ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ സമയങ്ങളിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ നോമ്പും സൽക്രമങ്ങളും ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. പോരായ്മയും ന്യൂനതയും ഒക്കെ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. കോടിക്കണക്കിന് ആളുകളെ നരകമോചനം നടത്തുമ്പോൾ സാധുക്കളായ നമ്മളെയും അള്ളാഹു നരകമോചിതരിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പെരുന്നാൾ, ഫിത്ർ സക്കാത്ത്, പെരുന്നാളിന്റെ മാസം കണ്ട ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്തുകൊണ്ട് കൊടുക്കാൻ ശ്രമിക്കണം. ഇത് നിയ്യത്ത് ചെയ്യേണ്ടത് പൊതുവെ രക്ഷിതാവും അദ്ദേഹത്തിന്റെ ഭാര്യക്ക് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടി. പിതാവാണെങ്കിൽ ഭാര്യ മക്കളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ആരാണോ രക്ഷിതാവ് കൊടുക്കുന്ന ആള്, അദ്ദേഹം ഇത് എന്റെയും എന്റെ ഭാര്യയുടെയും എന്റെ ചെറിയ മക്കളുടെയും ഫിത്ർ സക്കാത്താണ് എന്ന് നിയ്യത്ത് ചെയ്യുക, അരി വാങ്ങിയതിന് ശേഷം. എന്നിട്ട് അത് കൊടുക്കുക. അർഹരായ ഫക്കീർ, മിസ്കീൻ, കടക്കാര് തുടങ്ങിയ അർഹരായ ആളുകൾക്ക് നൽകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഫിത്ർ സക്കാത്തിന്റെ മസാലക്ക് ഞാൻ കൂടുതൽ പറഞ്ഞതായിരുന്നു, അത് ഒന്നും കൂടി കേൾക്കുക. അത് എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഫിത്ർ സക്കാത്ത് ലിറ്റർ, അതായത് കോരി അളത്തം. ലിറ്റർ പറഞ്ഞാൽ കോരി അളക്കലല്ല, കിലോഗ്രാം അല്ല, ലിറ്റർ. കോരി അളത്തമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്. നമ്മുടെ നാട്ടിലെ ലിറ്ററിന്റെ കണക്കനുസരിച്ച് 3 ലിറ്ററും 200 മില്ലി ലിറ്ററുമാണ് ഒരു സ്വാഴ് എന്ന് പറയും. പക്ഷെ തൂക്കളവ് നോക്കുമ്പോൾ അത് പല അരിയും വ്യത്യസ്തമായ നിലക്കാണ് കാണുന്നത്. ഇപ്പോൾ പൊതുവെ 3 കിലോ ഉണ്ടെങ്കിൽ കുറെയൊക്കെ ആകും. 3 കിലോ ഉണ്ടെങ്കിൽ സൂക്ഷ്മത അതാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. 2800-ന്റെ അരി ഉണ്ടാകാം, 2700-ന്റെ അരി ഉണ്ടാകാം, 2900-ന്റെ അരിയും കിട്ടും. അരിയുടെ ഖനനുസരിച്ച് തൂക്ക വ്യത്യാസം വരും. കോരി അളത്തമാണ്, അതായത് 4 മുദ് എന്ന് പറയും. ഒരു മുദ്, ഒരു സ്വാ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. 4 മുദ്, അത് 3,200 മില്ലി ലിറ്റർ ആണ്. കിലോഗ്രാം കൂട്ടുമ്പോൾ 3 കിലോന്റെ അടുത്ത് വരും എന്ന് മനസ്സിലാക്കുക. നിയ്യത്ത് വെക്കാതെ കൊടുക്കരുത്. അരി വാങ്ങിയതിന് ശേഷം ഇത് ഇന്ന ഫിത്ർ സക്കാത്താണ് എന്ന് നിയ്യത്ത് വെക്കണം. എന്റെ ഭാര്യന്റെ, എന്റെ മക്കളുടെ. അല്ലെങ്കിൽ ഞാൻ ആരാണുള്ളത് വെച്ചാല് ഉമ്മാണ് കൊടുക്കുന്നതെങ്കിൽ എന്റെ മക്കളുടേതെന്ന് പറയണം. ഗൾഫിലുള്ള ഭർത്താക്കന്മാര് അവരുടെ ഭാര്യമാരുടെയും മക്കളുടെയും കൊടുക്കുമ്പോൾ ഭാര്യനെ ഏൽപ്പിക്കുക, ഇവിടെയുള്ള ആളെ ഏൽപ്പിക്കുക. ഞാൻ എന്റെ മക്കളെയും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിങ്ങളെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞ് വാപ്പയെയോ ഭാര്യയെയോ ആരാണ് ഇവിടെ ഉള്ളത് അവരെ ഏൽപ്പിക്കുക. വലിയ മക്കളുടേത് അവര് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി അവരുടെ പിതാവ് കൊടുക്കുകയാണെങ്കിൽ അത് മക്കൾ വക്കാലത്താക്കണം. എന്റെ ഫിത്ർ സക്കാത്ത് നൽകാൻ വേണ്ടി ഇപ്പ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് വലിയ മക്കളാണെങ്കിൽ വക്കാലത്ത് കൂടി പറയണം. നിയ്യത്ത് വെക്കാനും മറ്റൊരാളെ വക്കാലത്താക്കണം. അങ്ങല്ലാതെ വലിയ മക്കളുടേത് വാപ്പ, ചിലപ്പം വീട്ടിലധികാരി വാപ്പയായിരിക്കും, അവരങ്ങനെ കൊടുത്താൽ പറ്റൂല. അവര് വക്കാലത്താക്കി കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ എത്തിക്കുന്നത് ഫക്കീറിന് തന്നെ ആയിരിക്കണം, മിസ്കീന് ആയിരിക്കണം, അല്ലെങ്കിൽ കടക്കാർക്ക് ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ ഫക്കീർ, മിസ്കീന്, കടക്കാരൊന്നും അല്ലാത്ത അർഹത അല്ലാത്ത ആളുകൾക്ക് കൊടുക്കരുത്. അത് കുടുംബമാണെങ്കിലും അയൽവാസി ബന്ധമാണെങ്കിലും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെ തൊട്ടാണോ കൊടുക്കുന്നത് അയാളുടെ നാട്ടിൽ കൊടുക്കലാണ് പ്രബല വീക്ഷണം അനുസരിച്ച് ശരിയായ ഏർപ്പാട്. ഒരു അപ്രബലമായ ചില അഭിപ്രായമുണ്ട്, മാറ്റി കൊടുക്കാമെന്ന്. ഗൾഫിലുള്ളവർക്ക് പ്രയാസമുണ്ടെങ്കിൽ നാട്ടിൽ കൊടുക്കുമ്പോൾ ആ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കാവുന്നതാണ്. അതുകൊണ്ട് മഗ്‌രിബിന്റെ സമയത്ത് കഴിവിന്റെ പരമാവധി കൊടുക്കാൻ വെച്ച സ്ഥലത്ത് എത്തുന്നതായിരിക്കും നല്ലത്. വേറെ ഏതെങ്കിലും സ്ഥലത്താകുമ്പോൾ നാട് മാറിപ്പോകും. ഇനിയിപ്പോ മറ്റഭിപ്രായം പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് മാത്രം. അതുപോലെ കട നടത്തുന്നവര് ഒക്കെ ദൂരെയായിരിക്കും, അവരൊക്കെ അവിടെയാണ് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞാല്. നക്കിൽ നീക്കം ചെയ്യാം എന്ന അഭിപ്രായം അനുസരിച്ചിട്ട് അമൽ ചെയ്യുന്നവരുണ്ടായേക്കാം. ഏതായിരിക്കട്ടെ, സൂക്ഷ്മത ഉള്ള സ്ഥലത്ത് തന്നെ കൊടുക്കലാണ്, അതാണ് പ്രബലം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ അർഹതയില്ലാത്തവർക്ക് കൊടുത്താൽ ഒരിക്കലും വീടുകയില്ല. ചെറിയ കുട്ടികൾക്ക് തൊട്ട് അടക്കം
ഫിത്ർ സക്കാത്ത് നൽകേണ്ടതാണ്. ഈ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ. നോമ്പിന്റെ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടി കൂടിയാണ് ഫിത്ർ സക്കാത്ത് ശറഅാക്കപ്പെട്ടത്, അത് നിയമമാക്കപ്പെട്ടത് എന്ന് കാണാവുന്നതാണ്. നല്ല അരി കൊടുക്കണം. പുയ്കുത്തിയതോ പഴയ നനവുള്ളതോ അല്ലെങ്കിൽ കേടുവന്നതോ ആയ അരിയൊന്നും പറ്റില്ല. നല്ല അരി കൊടുക്കണം, കേടില്ലാത്ത അരി കൊടുക്കണം എന്നതുകൂടി ശ്രദ്ധിക്കണം, എന്നാലേ വീടുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.